ഡെവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. പിന്നെയുള്ള വ്യത്യാസം എന്തെന്നാ, നേരത്തെ നമ്മൾ ചിറ്റയും മോളും ആയിരുന്നെങ്കിൽ ഇനി മുതൽ നമ്മൾ അമ്മയും മോളും അല്ലേ? അവർ പ്രതീക്ഷയോടെ പറഞ്ഞു. ആളൊന്നും മിണ്ടാതെ അവരുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി പതുങ്ങിക്കിടന്നു. മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോയിക്കൊണ്ടിരുന്ന സൂര്യന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. രേവതിയുടെ പ്രവൃത്തി തന്നെയായിരുന്നു അതിന് കാരണം. താൻ സ്നേഹിച്ച, തന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന തന്റെ പഴയ രേവതിയില്ലാതെന്ന് അവന് ഇതിനോടൊന്നും തന്നെ മനസ്സിലായിരുന്നു. അവന് വല്ലാത്ത വിഷമം തോന്നി. ഇനി ഈ വേർപാട് എങ്ങനെ സഹിക്കും? തന്റെ പെണ്ണ്, തന്റെ കുഞ്ഞ് അവരകറ്റി നിർത്തിക്കൊണ്ട് ഇനി തനിക്കൊരു ജീവിതം ഉണ്ടാകുമോ? അവനോർത്തുകൊണ്ട് കയ്യിൽ നിന്ന് സിഗരറ്റ് ചുണ്ടോട് ചേർത്തൊരു പഫ് എടുത്തു. ഇല്ല, അവരിനി അകറ്റി നിർത്താൻ തനിക്ക് കഴിയില്ല. തന്റെ പെണ്ണാവള്, അതുപോലെ തന്റെ കുഞ്ഞും. അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ 22 വർഷമാണ് തനിക്ക് അവരെ നഷ്ടമായത്. അത്രയും നാളത്തെ ഒറ്റപ്പെടൽ, വേദന ഇനിയാന്നും താങ്ങാൻ കഴിയില്ല. എനിക്ക് വേണവരെ, എന്റേത് മാത്രമായി. അവൾ മനസ്സിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതേസമയം തന്നെ കുറച്ചു മുന്നേയുള്ള രേവതിയുടെ തന്നോടുള്ള മനോഭാവം ഓർക്കും തോറും അവന് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പ്രതീതിയായിരുന്നു. അവളോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക? എന്തു പറഞ്ഞാലാണ് അവൾ തന്നെയൊന്ന് കേൾക്കുക? ഓരോന്ന് ഓർക്കും തോറും അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കൽ പോലും അവളെയും താനൊന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ തന്നെ അവൾ കേൾക്കണമെന്ന് താൻ വാശി പിടിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവനൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് കയ്യിൽ നിന്ന് സിഗരറ്റ് പുറത്തേക്ക് എറിഞ്ഞു. ശേഷം ജനലിന്റെ കമ്പിയിൽ ഇരുകൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. മനസ്സിന്റെ സംഘർഷം മുഴുവൻ അവന്റെ ആ മുറുകിയിരിക്കുന്ന ഇരുമുഷ്ടികളിലും കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവനും തിരിഞ്ഞു നോക്കി. രാജേശ്വരിയാണ്. കയ്യിലൊരു കപ്പുമുണ്ട്. ഇന്ന് തന്റെ കുഞ്ഞ് ജീവനോടെ ഇരിക്കാൻ ഇവൾ ഒറ്റൊരാൾ മാത്രമാണ് കാരണമെന്നോർത്തും അവന്റെ ചുണ്ടിൽ അവൾക്കായി ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കയ്യിലിരുന്ന കപ്പ് അവന് നേരെ നീട്ടി. അവനൊന്നും മിണ്ടാതെ വാങ്ങുകയും ചെയ്തു. പരസ്പരമുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. സത്യത്തിൽ അവനോട് എന്ത് പറയണമെന്ന് അവൾക്കോ അവളോട് എന്ത് സംസാരിക്കണമെന്ന് അവനോ അറിയില്ലായിരുന്നു. കോഫി കുടിച്ചു കഴിഞ്ഞതും അവൻ കപ്പ് അവളുടെ നേരെ നീട്ടി. കൈ നീട്ടി അത് വാങ്ങിയ ശേഷം അവന് നേരെ ഒരു വിളറിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു. രാജി, പെട്ടെന്ന് അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അത് താങ്ക്സ് അവൻ പറഞ്ഞു. അവൾ എന്തിനെന്ന രീതിയിൽ നെറ്റി വിളിച്ചു. അന്ന് രാജിയില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന് നിന്നോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവൻ പറഞ്ഞിട്ട് അവളൊരു നിർജീവമായ പുഞ്ചിരിയായിരുന്നു മറുപടി നൽകിയത്. ഞാൻ ചെയ്തെന്റെ കടമയാണ് സൂര്യേട്ട. അവൾ എൻ്റെ മകൾ തന്നെയാ. അവന് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടോ അവന്റെ മുന്നിൽ അധിക സമയം നിൽക്കാൻ അവൾ കഴിയുമായിരുന്നില്ല. പഴയ പ്രണയത്തിന്റെ ഒരു അംശം പോലും ഇപ്പോൾ അവളുടെ മനസ്സിലില്ലെങ്കിലും എന്തോന്ന് അവളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. അവൾ പോയതും അവന് നെടുവീർപ്പോടെ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോയിക്കൊണ്ട് നിന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും രേവതിയോടൊന്ന് സംസാരിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. വാതിൽ ആരോ ശക്തിയായി തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മേശമേൽ തലവെച്ചെടുക്കായിരുന്ന ഗൗരി ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നത്. മുന്നിൽ അഗ്നിയെരിയുന്ന കണ്ണുകളുമായി തന്റെ അരികിലേക്ക് നടന്നു വരുന്ന വിഷ്ണുവിനെ കണ്ട് അവളൊന്ന് പതറി. വിഷ്ണു ഏട്ടാ? അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവന്റെ വലങ്കയോടെ കവിളിൽ ശക്തമായി ആഞ്ഞു പതിച്ചു. അവളൊരു സൈഡിലേക്ക് വീഴാൻ പോയതും അവൻ മറുകൈ കൊണ്ട് അവളെ താങ്ങി പിടിച്ചു. വിഷ്ണു ഏട്ടാ, ഞാൻ... മിണ്ടരുത് നീ! അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ ചുണ്ടിന് കുറുകെ കൈവച്ചുകൊണ്ട് അവളുടെ നേരെ മുരണ്ടു. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ പേടിയോടെ മുഖം കുനിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞില്ലടി, ഞാൻ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാന്ന്. എന്നിട്ട് നീ എന്തുണ്ടാക്കാനടി അവരുടെ മുറിയിലേക്ക് കയറി ചെന്ന്? വലിഞ്ഞു മുറിയ മുഖത്തോടെ അവൻ ചോദിച്ചു. അവൾ ദയനീയമായി അവനെ നോക്കി. വിഷ്ണു ഏട്ടാ, ഞാൻ മനഃപൂർവ്വമല്ല. ദത്തേട്ടൻ്റെ കൂടെ വിഷ്ണുവേട്ടൻ ഉണ്ടാവുന്ന കരുതി കാത്തിരുന്ന ഞാൻ. പക്ഷെ പെട്ടെന്ന് വിഷ്ണുവേട്ടൻ വരാതിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ തോന്നിപ്പോയി. അതാ ഞാൻ ദത്തേട്ടനോട് സംസാരിക്കാനായിട്ട് അവരുടെ മുറിയിലേക്ക് പോയത്. പക്ഷെ അവിടെ അപ്പോൾ തനുണ്ടാവുമെന്നോ അവൾ എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഞാൻ കരുതിയിരുന്നില്ല. എന്നോടെന്തോ ദേഷ്യമുള്ള പോലെയായിരുന്നു ആ സമയം ആ കുട്ടി സംസാരിച്ച്. അവൾ പറഞ്ഞു കേട്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അടുത്തിരുന്ന ചെയറിലേക്ക് ഇരുന്നു. ഗൗരി അവന്റെ അരികിൽ നിലത്തായി വന്നിരുന്നു. അവന്റെ മടിയിൽ മുഖാമർത്തി വെച്ച് കിടന്നു. സോറി വിഷ്ണുവേട്ട, തനു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതിൻ്റെ കൂടെ വിഷ്ണുവേട്ടനെ കാണാത്ത വിഷമം എല്ലാം കൂടെ ആയപ്പോൾ കൈവിട്ടു പോയി. കണ്ണീരോട് അവൾ പറഞ്ഞു. വിഷ്ണുവിന്റെ കൈത്തല അവളുടെ നെറുകിൽ തലോടിപ്പോയി. ഓട്ടെ, സാരമില്ല, ഇതിങ്ങനെ കഴിയണമെന്നായിരിക്കും വിധി. എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞോടുകൂടി ഇനി ദേവിയാനി തനുവിനെ ഉപദ്രവിക്കാൻ നിർത്തുമല്ലോ. അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറയാതെ അവന്റെ മടിയിൽ അങ്ങനെ തന്നെ കിടന്നു. സോറി മോളെ, പെട്ടെന്ന് കേട്ട ദേഷ്യത്തിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാ ഞാൻ നിന്നെ തള്ളിപ്പോയത്. അവൻ പറഞ്ഞു കേട്ടവളുടെ ചുണ്ടിന്റെ കോണിൽ ചിരി വിടർന്നു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു പോയി. കവിൾ അമർത്തി വെച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം അവന് കാണാമായിരുന്നു. എന്നാൽ അവൾ അവനെ നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുകയാണ്. അവൻ തന്റെ കൈവിരലുകൾ പതിഞ്ഞ് അവളുടെ കവിളിലൂടെ വിരലോടിച്ചു. ഗൗരി, എന്തിനാ വിഷ്ണു ഏട്ടാ എന്നെ വിട്ടിട്ട് പോയത്?
എന്തോ പറയാൻ തുടങ്ങിയ വിഷ്ണുവിന്റെ വാക്കുകളെ തടഞ്ഞുകൊണ്ട് അവളുടെ ശബ്ദം മുഴങ്ങി കേട്ടു. ഒരു നിമിഷം അവളുടെ ചോദ്യത്തിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഈ ജന്മവും ഇനിയുള്ള 7 ജന്മത്തിലും ഈ ഗൗരിയുടെ ജീവിതത്തിൽ വിഷ്ണുവേട്ടല്ലാതെ മറ്റാരും ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ബാക്കി പറയാൻ കഴിയാതെ അവൾ അവന്റെ മടിയിൽ കിടന്ന് വിങ്ങിക്കരഞ്ഞു. ഗൗരിയും മോളെ സോറി, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്തോ ഒരു ഭയമായിരുന്നു എനിക്ക്. കോടീശ്വരനായ മോഹൻകുമാറിന്റെ മകളെ മോഹിക്കാൻ മാത്രമുള്ള അർഹതയൊന്നും ഒരു പട്ടാളക്കാരന്റെ മകനായ എനിക്കില്ലെന്ന് കരുതി. അവൻ പറഞ്ഞിട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി. പ്രണയിച്ചു തുടങ്ങിയ സമയത്തൊന്നും അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നില്ലായിരുന്നു. അന്ന് ഞാൻ കോടീശ്വരനായ മോഹൻകുമാറിന്റെ മകൾ തന്നെയായിരുന്നു. വിഷ്ണുവേട്ടൻ വെറൊരു പട്ടാളക്കാരന്റെ മകനും. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ മടിയിലേക്ക് ഇരുത്തി. സോറി മോളെ, എന്നോട് ക്ഷമിക്കടി. ഏതോ ഒരു നശിച്ച നിമിഷത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയി. അകന്നു മാറാന്ന് കരുതിപ്പോയി. എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. അവനവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അവളെ രേഖകളോട് അവനെ ചുറ്റിപ്പിടിച്ചു. ആരോ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് ബാൽക്കണിയിലെ സോപാനപ്പടിയിൽ ചാരിയിരിക്കാനും ദത്തൻ കണ്ണുകൾ തുറന്ന് നോക്കിയത്. മുന്നിൽ തലവിനിച്ചുകൊണ്ട് നിൽക്കുന്ന തനുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. തനു. അവൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവളെ മുറുകെ പുണർന്നു. തനു, ഐ എം സോറി, റിയലി ഐ എം സോറിടാ. ഒന്നും മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം, വേണമെങ്കിൽ എന്നോട്. ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ അവളെ തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊരു തോന്നൽ അവളിൽ ശക്തമായി അലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും യാതൊരു ചലനങ്ങളും ഇല്ലാതെ തന്നെ തിരികെ ഒന്ന് പുണരുക പോലും ചെയ്യാതെ നിർവികാരതയോടെ നിൽക്കുന്ന തനുവിനെ അവൻ ഭയത്തോടെയാണ് നോക്കിയത്. തനു. തന്നിൽ നിന്ന് അവൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും നിർജീവമായ മിഴികളോടെ അവൾ അവനെ തന്നെ നോക്കിയതേയുള്ളൂ. എന്താടാ, ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അവന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൾ അവനെ നോക്കി. അവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് തോന്നിയതും അവൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി. തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടോ? അവന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളൊന്നും അവളിൽ നിന്നുണ്ടാവരുതേ എന്ന് അവൻ മനമുരുകി പ്രാർത്ഥിച്ചു. അത് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവനോട് ഇരുകൈകളിലുമായി മുറുക്കെ പിടിച്ചു. എന്നെ വിട്ടിട്ട് പോകുന്ന കാര്യം മാത്രം പറയരുത്. നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യും. നീ തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിച്ചോളാം. അവഗണിച്ചോ, തള്ളിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒരിക്കലും എൻ്റെ അരികിൽ നിന്ന് പോവരുത്. അങ്ങനെ ഒരു ചിന്ത പോലും നിന്റെ മനസ്സിലുണ്ടാവരുത്. അവളുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവനോട് പറയാനായി മനസ്സിൽ കരുതിയിരുന്ന ഓരോ വാക്കുകളും തൊണ്ടക്കുഴിയിൽ തടഞ്ഞുകൊണ്ട് അവൾ നിശ്ചലയായി നിന്നുപോയി. മുറിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന രേവതിയുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അവൾക്ക് എങ്ങനെയാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനു വന്ന ശേഷം അവളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് അവൾ കാത്തു നിൽക്കുന്നത്. ആ ഒരു ജനാലയുടെ അഴികളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അതിൽ നെറ്റിമുട്ടിച്ച് നിന്നു. രേവു. പെട്ടെന്ന് പിന്നിൽ നിന്ന് രാജേശ്വരിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. വർഷങ്ങളോളം ഒരേ നിഴലായി നടന്നിരുന്നവൾ, ഒരേ പുരുഷനെ പ്രണയിച്ചു എന്ന കാരണത്താൽ വേർപിരിഞ്ഞവർ. രേവതിയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. രാജേശ്വരി പതിയെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ കണ്ണുകളും രേവതിയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. സൂര്യേട്ടനും രേവതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഇവരറിഞ്ഞ നാൾ മുതൽ താൻ ഇവളോട് മിണ്ടിയിട്ടില്ലെന്ന് അവൾ ഓർത്തു. സത്യത്തിൽ ആ നിമിഷം ഇവളോട് തോന്നിയ വികാരം എന്താണെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു. ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ. പിന്നീടുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം പലതവണ പലയിടങ്ങളിൽ വെച്ചും താൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഒരു നോട്ടം കൊടുക്കാതെ താൻ അവളിൽ നിന്ന് മാറി നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കുറ്റബോധം തന്നെയായിരുന്നു കാരണം. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അമ്മയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെയാണ് വേർപെടുത്തിയത്. ഒരമ്മയുടെ കോടതിയിലും അതിനൊരിക്കലും മാപ്പുണ്ടാവില്ല. അവൾ മനസ്സിലോർത്തുകൊണ്ട് രേവതിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. രേവു. അവളുടെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് രാജേശ്വരി പതിയെ വിളിച്ചതും രേവതി അവളിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി. രേവു, ഞാൻ. അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും രേവതി കൈ ഉയർത്തി അവരെ തടഞ്ഞു. നിന്റെ ഒരു വിശദീകരണവും എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയുള്ള ന്യായീകരണമാവില്ല രാജേശ്വരി. എന്നിന്റെ പേരിലാണെങ്കിലും നീ ആ ചെയ്തത് തെറ്റ് തന്നെയാണ്. രേവതിയുടെ വാക്കുകൾ കേട്ട് രാജേശ്വരിയുടെ മുഖം വാടി. അവളോട് എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ ദയനീയമായി രേവതിയെ നോക്കി. എങ്കിലും നീ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച് ഓർക്കുമ്പോൾ നിന്നോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട് രാജി. നന്ദിയുണ്ട്. നീ അന്ന് രാത്രി ഒരൽപ്പെങ്കിലും വൈകിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുഞ്ഞ്. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ പോലും വിറകൊള്ളുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയൊന്നും പറയാതെ രാജേഷ് അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ തോളിലൊന്ന് തട്ടിക്കൊടുത്തു. ഇതിന് സൂര്യേട്ടനോട് പറഞ്ഞ മറുപടി തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. ഞാൻ ചെയ്ത എൻ്റെ കടമയാണ്. നിന്റെ വയറ്റാണ് പിറന്നെങ്കിലും അവൾ എനിക്ക് മകൾ തന്നെയാണ്. ഉറച്ച ശബ്ദത്തിൽ രാജേശ്വരി പറഞ്ഞു. അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. സൂര്യന്റെ പേര് അവളുടെ നാവിൽ നിന്ന് കേട്ടതും രേവതിയെ വീണ്ടും അസ്വസ്ഥയാക്കി. അവളൊന്നും മിണ്ടാതെ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. രേവു, ഞാനൊരു കാര്യം പറയാൻ നീ അനുവദിക്കുമോ? ഒരു മുഖവരെ എന്നോണം രാജി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട രാജി, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം.
അതൊരടഞ്ഞ അധ്യായം മാത്രമാണ്. ഇനി അതിലേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്കൊരിക്കലും ഉണ്ടാവില്ല. രേവതി കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. പക്ഷേ രേവു, ഇവിടെ സൂര്യേട്ടൻ എന്ത് തെറ്റാ ചെയ്ത്? അതേ മറ്റുള്ളവരുടെ ചതിയിൽ വീണുപോയതല്ലേ? രാജേശ്വരി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പറയുമ്പോൾ അങ്ങ് എളുപ്പത്തിൽ കഴിഞ്ഞു രാജി. മറ്റുള്ളവരുടെ ചതിയിൽ വീണുപോയത്രേ. അങ്ങനെ മറ്റുള്ളവരുടെ ചതിയിൽ വീണുപോയത് എന്തുകൊണ്ടാ? അവർ പറഞ്ഞേക്കൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ വിശ്വസിച്ചു. എന്നാൽ പ്രാണനെ പോലെ സ്നേഹിച്ച് എന്നെ ഒന്ന് കേൾക്കാനോ ഞാൻ പറയുന്ന എന്തെങ്കിലും വിശ്വസിക്കാൻ അദ്ദേഹം ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ രാജി. അദ്ദേഹം ഒരിക്കൽ പോലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അവിശ്വസിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. രാജേശ്വരിയോടായി അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കിയതും വാതിക്കൽ നിന്ന് തന്നിലേക്ക് മാത്രം കണ്ണുകൾ നട്ടുകൊണ്ട് നിൽക്കുന്ന സൂര്യനെ കണ്ട് അവളൊന്ന് പകച്ചുപോയി. ഇതേ സമയം ദത്തന്റെ വാക്കുകൾ കേട്ട് പകച്ചിരുന്ന തനു ഒരു നിമിഷം അവനോട് എന്ത് മറുപടി ആണെന്നറിയാതെ തറഞ്ഞിന്ന് പോയി. അവനോട് എതിർത്ത് പറയണമെന്നുണ്ടെങ്കിലും തൊണ്ടക്കുഴിയിൽ നിന്നൊരു വാക്ക് പോലും പുറത്തേക്ക് വരാത്ത പോലെ അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രേവതിയുടെ മുഖം കടന്നു വന്നു. അവളുടെ കണ്ണുനീര്, അവളുടെ ദയനീയാവസ്ഥ എല്ലാം ഒരു തിരശീലയിൽ എന്ന പോലെ തനുവിന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. അമ്മ, തൻ്റെ അമ്മ, ആരുടെയൊക്കെയോ കൊടും ക്രൂരതയാൽ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ട തൻ്റെ സ്വന്തം അമ്മ. ഇനിയും തൻ്റെ അമ്മയെ വേദനയുടെ ലോകത്തേക്ക് വിട്ടുകൊടുക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എനിക്ക് എൻ്റെ അമ്മ മതി, അമ്മയ്ക്ക് ഞാനും. അവൾ മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പോകണം, എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് പോകണം. അവന്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഒരു നിമിഷം അവന്റെ ഉള്ളിൽ അവളുടെ വാക്കുകളിൽ നടുക്കം തന്നെ സൃഷ്ടിച്ചു. തനു, മോളെ നീ എന്തായി പറയുന്നത്? എന്നെ വിട്ട് പോവാൻ നിനക്കാവോ? അവൻ അവളുടെ ഇരികാവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവൾ അവന്റെ ദയനീയതയാർന്ന മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ട് നിന്നു. ശേഷം പതിയെ തന്റെ കവിളിലിരുന്ന് അവന്റെ കൈകൾ എടുത്തു മാറ്റി. എൻ്റെ അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. ഒന്നിന്റെ പേരിലും ഇനിയും ആ പാവത്തിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അവന്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ പിന്നിൽ നിന്ന് അവളെ മുറുകെ പുണർന്നു. ഇല്ല, ഞാൻ വിടില്ല, നിന്നെ എങ്ങോട്ടും ഞാൻ വിടില്ല. നിന്നെ മാത്രമല്ല, നിന്റെ അമ്മയെയും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണം. പ്ലീസ് തനു, പോലെടാ. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിന്നുകൊണ്ട് അവൻ വാശിയോടെയും അപേക്ഷയോടെയും പറഞ്ഞു. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന ശേഷം പെട്ടെന്ന് അവനിൽ നിന്ന് കുതറി മാറി. എന്നെ വിടുതത്തേട്ടാ, എനിക്ക് പോകണം. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോയേ പറ്റൂ. താൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അത് തന്നെ വീണ്ടും വീണ്ടും പറയുന്ന കേട്ട് അവന് ദേഷ്യവും വിഷമൊക്കെ ഒരുപോലെ വന്നു. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നീ എങ്ങോട്ടും പോയില്ല. എന്റെ ഭാര്യ നീ, എന്റെ കൂടെ തന്നെ നീ നിൽക്കും. അവൻ ദേഷ്യത്തോടെ അവളുടെ ഇരുത്തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നി. ഇല്ല, ഞാൻ പോവും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇനി എന്തിന്റെ പേരിൽ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ പ്രതികാരം തീർക്കാൻ കൊണ്ടുവന്ന പെണ്ണല്ലേ ഞാൻ. ഇപ്പൊ നിങ്ങളുടെ പ്രതികാരം എല്ലാം തീർന്നില്ലേ? ഇനി ഇവിടെ എന്റെ ആവശ്യം എന്താ? എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് പോവാലോ. അവളും ദേഷ്യവും വാശിയും കലർന്ന സ്വരത്തിൽ അവനോടായി പറഞ്ഞു. അങ്ങനെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമോ തനു? എന്തുകൊണ്ടില്ല? അതിന് മാത്രം ഈ വീടായിട്ട് എനിക്ക് എന്ത് ബന്ധമുള്ളത്? ആൾ പുച്ഛത്തോടെ അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവന്റെ മുഖാകെ വലിഞ്ഞു മുറുകി. ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ലേ? ഇവിടെയുള്ളവരാരും നിന്റെ ആരുമല്ലേ? ആ നിമിഷം അവന്റെ ശബ്ദത്തിൽ പതിവിൽ കൂടുതൽ ഗൗരവം നിറഞ്ഞിരുന്നു. അത് മനസ്സിലായെങ്കിലും അവളെ ശ്രദ്ധിച്ചില്ല. അല്ല, ഇവിടെയുള്ളവരാരും എൻ്റെ ആരുമല്ല. ഇവിടെയുള്ള ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ ദ്രോഹിച്ചവരാ. അവൾ പറഞ്ഞു കേട്ട് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ശേഷം അവളുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് അവളുടെ ഇരുതോളിലും കൈകൾ വെച്ചു. നീ പറഞ്ഞു ശരിയാ. നിന്നെ ഇവിടെയുള്ള ഓരോരുത്തരും പലതരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ തനു, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. അതിന് നീ എന്നോട് ക്ഷമിക്കുകയും ചെയ്തതാ. അവൻ പറഞ്ഞു കേട്ട് അത്രയും വരെ സൗമ്യമായി തനുവിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അവൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതയും കടന്നു വന്നു. ആൾ വർദ്ധിച്ച ദേഷ്യത്തോടെ തന്നെ തോളിലിരുന്ന അവന്റെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് അവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. കഴിഞ്ഞുപോയ കാര്യങ്ങളോ? എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്കതൊക്കെ വെറും നിസ്സാരമായിരുന്നല്ലോ. അനുഭവിച്ച മുഴുവൻ ഞാനായിരുന്നില്ലേ? ആൾ പുച്ഛത്തോടെ പറഞ്ഞു. അവന്റെ മുഖം വിളറി. തനു, ഞാൻ അത് പിന്നെ വേണ്ട, ഒന്നും പറയണ്ട. അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ അതിനെ തടഞ്ഞുകൊണ്ട് അവനെ നോക്കി കൈ ഉയർത്തി കാണിച്ചു. ഇനിയൊരു മാപ്പറച്ചിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മാപ്പറച്ചിൽ കൊണ്ട് ഞാൻ അനുഭവിച്ചൊക്കെ ഇല്ലാതാവോ? ഒരു പെണ്ണിന് അവളുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്തോടുന്ന എത്ര വലിയ ക്രൂരതയാണെന്നറിയോ? എന്നിട്ടും ആരോ പറഞ്ഞ കള്ളക്കഥയെ വിശ്വസിച്ചുകൊണ്ട് പ്രതികാരം എന്ന ചിന്തയാൽ 2 ദിവസം നിങ്ങൾ എന്നെ വിട്ട് കടിച്ചു കീറിയില്ലേ? ആ ദിവസങ്ങളിൽ ഞാനിവിടെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പച്ചി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്നേ മരിച്ചുപോയേനെ ഞാൻ. അറിയോ നിങ്ങൾക്ക്? അവൾ അവന് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. അവൻ ദയനീയമായി അവളെ നോക്കി നിന്നു. അല്ലെങ്കിൽ തന്നെ അവൾ പറയുന്നൊന്നിനും അവന് മറുപടി ഉണ്ടായിരുന്നില്ല.
തെറ്റാണ് ചെയ്തെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ നിമിഷം അവൻ മൗനമായി നിന്നതേയുള്ളൂ. ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ എന്നോട് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചെയ്തിരുന്ന എന്ത് പ്രായശ്ചിത്തം കൊണ്ടാ എനിക്കുണ്ടായ വേദനകൾ ഇല്ലാതാവുന്നത്? ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? ശരീരത്തിനേറ്റ മുറിവുകൾ മാഞ്ഞു പോവായിരിക്കും, എന്നാൽ എൻ്റെ മനസ്സിനേറ്റ മുറിവുകളോ അതൊന്നും ഒരു കാലത്ത് എന്നിൽ നിന്നും മാഞ്ഞു പോയില്ല. അവൾ തന്നെ മനസ്സിലടക്കി പിടിച്ചിരുന്ന എല്ലാ വേദനകളും അവന്റെ മുന്നിൽ തുറന്നു കാട്ടി. എത്രയൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും അവനോട് ക്ഷമിക്കാനോ കഴിഞ്ഞതൊക്കെ മറക്കാനോ തനിക്ക് കഴിയില്ലെന്ന് ആ നിമിഷമാണ് അവൾക്ക് മനസ്സിലായത്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. എല്ലാം കഴിഞ്ഞിട്ടൊരു മാപ്പുറച്ചിലായിട്ട് വന്നാ ഞാനെല്ലാം മറക്കുന്നാണ് കരുതിയത്? ശരിയാ, ഒരിക്കൽ നിങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എല്ലാം ക്ഷമിച്ചെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു നിങ്ങളോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന്. ചിലപ്പോൾ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറികളൊന്നും ഉണ്ടാവില്ലെന്ന ചിന്ത കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രണയം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാവാം. പക്ഷേ അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചില്ലേ? നിറകണ്ണുകളോട് അവൾ ചോദിച്ചതും അവനൊരു നിമിഷം അവൾ ഞെട്ടലോടെ നോക്കി നിന്നു. അവൾ ആ പറഞ്ഞതിന്റെ അർത്ഥം അവൾ ഇപ്പോഴും തന്നെ ഗൗരിയുടെ പേരിൽ സംശയിക്കുകയാണോ എന്ന ചിന്ത അവനിൽ ഉടലെടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.